നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് മറ്റൊരു IPO വിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ. നമുക്ക് വൈനിനെ കുറിച്ച് സംസാരിച്ചാലോ? സുല വൈൻയാർഡ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ നിർമ്മാണ കമ്പനി IPOയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നാസിക് ബേസ് ചെയ്തിട്ടുള്ള ബോംബെ, മഹാരാഷ്ട്രയിലെ നാസിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ബോംബെ ആണ്. ഈ കമ്പനി 960 കോടി രൂപയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ തൊട്ട് മുമ്പ് 1200-1400 കോടി രൂപ റേസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഓഫർ ഫോർ സെയിലായിട്ട് 960 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഡിസംബർ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. എന്തായാലും യൂറോപ്പിലെ ബെൽജിയത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വെർലിൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ട്, അവർ വളരെയധികം പണം നിക്ഷേപിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് സുല വൈൻയാർഡ്സ് എന്ന് പറയുന്ന ഈ കമ്പനി. അപ്പോൾ എന്തായാലും ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. സുല വൈൻയാർഡ്സ് ലിമിറ്റഡ് 2003-ലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത്. മഹാരാഷ്ട്രയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കമ്പനി ഒരു പിടി ബ്രാൻഡുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ പുറത്തിറക്കുന്നുണ്ട്. അതായത് രസ, ദിന്തോരി, ദ സോൾസ്, സട്ടോറി, മധുര, ദിയ തുടങ്ങിയ വളരെ പ്രശസ്തമായ ബ്രാൻഡുകളോടൊപ്പം തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡായത് കമ്പനിയുടെ പേരിൽ തന്നെയുള്ള, അതായത് സുല എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള വൈനാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വൈൻ ഉൽപ്പാദകരായിട്ടുള്ള സുല വൈൻയാർഡ്സ് 56 വെറൈറ്റി വൈൻസാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ 56 ലേബൽസിലുള്ള വൈനുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 4 വൈൻയാർഡുകൾ സ്വന്തമായിട്ടുണ്ട്, 2 ലീസിനെടുത്ത് നടത്തുന്നുണ്ട്, മഹാരാഷ്ട്രയിലും കർണാടകയിലുമായിട്ട്. ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. 13,000-ഓളം ഷോപ്പുകളാണ്, റീറ്റെയിൽ പോയിന്റ്സ് ആണ് കമ്പനി ഏർപ്പാടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ സഞ്ചാരം പോലെയുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രോഗ്രാമിലെല്ലാം കണ്ടിട്ടുള്ള വൈൻയാർഡ് സന്ദർശനമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ടൂറിസ്റ്റുകളുടെ. അതുപോലെ ടൂറിസ്റ്റുകളെ അവരുടെ വൈൻയാർഡിലേക്ക് ആകർഷിച്ച് അവിടെ അത് രുചിച്ചു നോക്കാനും നിർമ്മിക്കുന്നതും എല്ലാം കാണുന്നതിനും അവിടെ നിന്ന് സെയിൽസ് അവർക്ക് വാങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യം ചെയ്തിട്ടുള്ള, അതായത് വൈൻ ടൂറിസം, അങ്ങനെ ഒരു ബിസിനസ് വളരെ അവർ വിജയകരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാസിക്കിലും അതുപോലെ കർണാടകയിലെയും യൂണിറ്റുകളിൽ ഇതുപോലെയുള്ള സന്ദർശകരെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയറക്റ്റ് ടു കൺസ്യൂമർ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഉൽപ്പാദകർ എന്ന് പറയുന്ന ഈ വൈൻയാർഡ്സ് നടത്തുന്ന ആളുകളിൽ അവരുടെ ഗ്രോവേഴ്സ്, അവരുമായിട്ട് ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാരുമായിട്ട്. അതായത് 12 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കരാറിൽ കമ്പനി ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 2500 ഏക്കറോളം ഭൂമിയിൽ അവർ ഇത്തരത്തിൽ ലീസിനെടുത്ത് നടത്തുന്നുണ്ട്. കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുല വൈൻയാർഡ്സിന് 50ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണുള്ളത്. അത് കൂടാതെ 11 കോർപ്പറേഷൻസും 14 ലൈസൻസ്ഡ് റീസെല്ലേഴ്സ്, പിന്നെ 7 കമ്പനിയുടെ സ്വന്തം ആയിട്ടുള്ള ഡിപ്പോകൾ, പിന്നെ ഡിഫൻസിൻ്റെ 3 യൂണിറ്റുകൾ. അതുമാത്രമല്ല, 23,000 മറ്റ് സെല്ലിംഗ് പോയിന്റ്സ്, അതായത് ഹോട്ടലുകൾ, കേറ്ററേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ പറഞ്ഞ പോലെയുള്ള ഷോപ്പുകൾ, ഇതെല്ലാം കൂടി ചേർത്ത് 23,000-ഓളം മറ്റ് സെല്ലിംഗ് പോയിന്റ്സും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ രാജീവ് സാവന്താണ് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർ. 28.44% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. അത് ഇഷ്യൂ കഴിയുമ്പോൾ 23.21% കുറയുന്നുണ്ട്. 2.96 കോടി ഓഹരികളാണ് ഇതിൻ്റെ ഓഫർ ഫോർ സെയിൽ. ഒരു പൈസ പോലും കമ്പനിയിലേക്ക് പോകുന്നില്ല. ഇത്രയും ഓഹരികൾ വിറ്റഴിക്കുന്നത് ഇപ്പോഴത്തെ ഈ പ്രൊമോട്ടറെ കൂടാതെയുള്ള പ്രമുഖ ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കോഫിന്ദറ SA, ഹേസ്റ്റാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സാമ ക്യാപിറ്റൽ 3, സ്വിപ്പ് ഹോൾഡിങ്സ്, പിന്നെ വെർലിൻവെസ്റ്റ് ഫ്രാൻസ് SA, വെർലിൻവെസ്റ്റ് SA ഈ തുടങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സാണ്. ഇതിൽ വെർലിൻവെസ്റ്റ്
2010 മുതൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് വലിയ തുക ഏകദേശം 70 മില്യൺ ആണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുക. റവന്യൂ 2020 523.21 കോടി രൂപയായിരുന്നെങ്കിൽ അത് 2021 ആയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 421.53 കോടി രൂപയായിട്ട് അത് മാറി. 2022 456.7 ആയിരുന്നു. പിന്നെ ഈ വർഷം ഇതുവരെ ഹാഫ് ഇയർലി ആണ് ഈ കാണിച്ചിരിക്കുന്നത് 225.76. അപ്പോൾ ഇവിടെ 2021 ഒരു കുറവ് സംഭവിച്ചെങ്കിലും അത് പിന്നീട് മേക്കപ്പ് ചെയ്ത് വരുന്നതായിട്ടാണ് 2022 നമുക്ക് റവന്യൂവിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് എക്സ്പെൻസ് കോളമാണ്. ഇനി നെറ്റ് ഇൻകം നോക്കൂ, അതായത് കമ്പനിയുടെ ലാഭം നോക്കുകയാണെങ്കിൽ 2020 നഷ്ടമാണ്, നെഗറ്റീവായിട്ടാണ് കാണുന്നത്. 15.94 കോടി രൂപ കമ്പനിക്ക് 2020 നഷ്ടം കാണിക്കുന്നു. അത് പിന്നീട് കരകയറി വരികയാണ്. 2021 3.01 കോടി ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അത് പിന്നീട് 2022 ആയപ്പോൾ നോക്കൂ 52.14 കോടിയായിട്ട് കമ്പനിയുടെ ലാഭം വർദ്ധിച്ചിരിക്കുന്നു. അത് അർദ്ധവാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ 30.51 ആണ്. ഇനി മാർജിൻ പെർസെൻറ്റേജ് ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 2020 നെഗറ്റീവാണ്. അത് അടുത്ത വർഷം ആയപ്പോഴേക്കും, അതായത് 21 ആയപ്പോഴേക്കും 0.72% ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം 11.49 പിന്നീട് 13.51 എന്നുമാണ് മാറിയിരിക്കുന്നത്. ഇനി സുല വൈൻയാർഡ്സിൻ്റെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ 2022 6.53 EPS. അതുപോലെ പി റേഷ്യോ 52.07, 54.67 എന്ന് കാണിക്കുന്നു. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 11.45% ആണ്. NAV ആകട്ടെ 55.34 എന്നുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രാർ, ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ KFIN ടെക്നോളജീസ് ആണ്. ലീഡ് മാനേജേഴ്സ് ആകട്ടെ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റലും CLSA ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും IIFL സെക്യൂരിറ്റീസുമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വിളിക്കാനല്ല, വാട്സാപ്പ് ചെയ്താൽ മതി. അതിനുള്ള സൗകര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. എന്തായാലും നമുക്കിനി സുല വൈൻയാർഡ്സിൻ്റെ ഇഷ്യൂ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡിസംബർ 12 മുതൽ 14 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. IPOയുടെ പ്രൈസ് ബാൻഡ് പറയുന്നത് 340 രൂപ മുതൽ 357 രൂപ വരെയാണ്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. 2.69 കോടി ഓഹരികളാണ് ഇവർ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. അത് 960.35 കോടി രൂപ വരും ഇഷ്യൂ. അപ്പോൾ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 42 ഓഹരികളാണ് ഒരു റീറ്റെയിലർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോട്ട്. അതിന് 14,994 രൂപ വരും. അപ്പോൾ ഒരു ലോട്ട് 42 ഓഹരികളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഫേസ് വാല്യൂ 2 രൂപയാണ് ഒരു ഓഹരിക്ക്. അതുപോലെ തന്നെ 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണിത് എന്നും മനസ്സിലാക്കുക. ഇനി നമുക്കിത് ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഡിസംബർ 19 ഇതിൻ്റെ റീഫണ്ട് കിട്ടുന്നത് ഡിസംബർ 20 ഇത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 21 ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ക്രിസ്മസിന് മുമ്പ് 22 വൈൻ്റെ ആയതുകൊണ്ടാണ് ക്രിസ്മസിന് മുമ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും നല്ലൊരു സെക്ടറാണ്. ഇത് വലിയ കോമ്പറ്റീഷനൊന്നും ഇവർക്ക് ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ലോക്കലായിട്ടുള്ള കോമ്പറ്റീഷൻസാണ് അധികവും വരുന്നത്. അത് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ ബ്രാൻഡിനുകൾക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ സൈഡ് കുറച്ച് വീക്കായിരുന്നത് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. കോവിഡ് കാലത്തുണ്ടായിരുന്ന ഒരു ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ കമ്പനി ലോങ് ടൈമിലേക്ക് മിഡ് ടൈം ഇൻവെസ്റ്റേഴ്സിനും വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സുല വൈൻയാർഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോയെ നിങ്ങൾ ശരിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.